റൊട്ടി അത് ബാഗഡായി തന്തൂർ റൊട്ടി അങ്ങനെ എന്താ പറയണ്ട വലിപ്പം കണ്ട എൻ്റെ മുഖത്തിനെക്കാട്ട് വലിപ്പം നമ്മൾ ബേൽപൂരി കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്നെങ്കിലും ഇവിടുത്തെ ഇത് കഴിക്കണമല്ലോ അപ്പോൾ ആക്കുന്നതൊന്നും വൃത്തിയൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡല്ലേ കഴിച്ചു നോക്കാന്ന് വെച്ചിട്ടാണ് എനിക്ക് പൊരിയുന്ന ഐറ്റംസ് ഒന്നും ഇഷ്ടമില്ല പക്ഷേ കഴിച്ചു നോക്കുന്നതാണ് മെയിനായിട്ട് വേറൊരു കാര്യമുണ്ട് ടിസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഈ ഹോട്ടലുണ്ടോ ഇത് താജിൻ്റെ ബേക്കറിയുണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ നടന്നു വന്നത് അന്നേരം ഈ ഹോട്ടലിൽ വന്നിരുന്നു പറഞ്ഞാൽ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ട് ഇനി ഏതായാലും ഇവിടെ കയറിയിട്ട് തന്നെ വഴി ഇത് പരിധി പിടിച്ച് വന്നില്ല നമ്മൾ ആകസ്മികമായിട്ട് അന്നേരം കണ്ടുമുട്ടിയതാണ് അപ്പോൾ അന്നേരം പിന്നെ ഓർമ്മ വന്നു പണ്ട് ഇതിന് മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതിലുണ്ടായ ഹോട്ടലല്ലേ അപ്പോൾ ഏതായാലും ഇനി ഇങ്ങോട്ടേക്ക് കയറാൻ പോകുന്നത് ഇത് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട് എന്നാൽ സംഭവം എന്നറിയില്ല പക്ഷേ നമുക്ക് ഉള്ളിൽ കയറി കഴിച്ചു നോക്കാം പേരറിയില്ലെങ്കിൽ ഓർഡർ ചെയ്യാമല്ലോ അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ ഇപ്പോൾ അപ്പോൾ നമുക്ക് എന്നാലും ടേബിളൊക്കെ ബാക്കിയുള്ള ടേബിളൊക്കെ ഫില്ലാണ് ഒരു ടേബിൾ അവിടെ സീറ്റ് കഴിഞ്ഞ് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് വേഗം പായുന്നതിന് ആരെങ്കിലും അങ്ങനെ അവിടെ ഇരിക്കണ്ടല്ലോ ഇവിടുത്തെ മെനു ബോർഡൊക്കെ കണ്ടോ ഒരു വെറൈറ്റി ഇല്ലേ കാണാൻ അപ്പോൾ ഇതിവിടുത്തെ ഒരു കാരമൽ പുഡിംഗ് ആണ് കേട്ടോ ഇതിന് 70 റുപ്യാണ് ഇതിന് പറയുന്നത് ഇതവിടെ ഞാനല്ലേ ഞാൻ ആദ്യം കാണിച്ചതില്ല ആ സാധനം കണ്ടതാണ് അപ്പോൾ ഇവിടുന്ന് കുറേ ആൾക്കാർ കഴിക്കുന്നുണ്ട് ഇവിടുത്തെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു രസമുണ്ട് കേട്ടോ പക്ഷേ കാരമൽ അധികം കഴിക്കരുത് തടി വെക്കും അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ക്യാമറമാന് കൊടുത്ത സന്തോഷം കൊണ്ട് ഇവിടുന്ന് പരിചയപ്പെട്ടതാ അതുകൊണ്ട് കേട്ടോ നോക്കിയാ ഇത് അടുത്ത് കാണിക്കും ഇതുണ്ടേ ഇന്ന് ഞാൻ കഴിക്കുന്ന കാണിക്കാം അപ്പോൾ ഇത് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു തന്തൂരി റൊട്ടി അത് ബാഗഡായി തന്തൂരി റൊട്ടി അങ്ങനെ എന്താ പറയണ്ട വലിപ്പം കണ്ട എൻ്റെ മുഖത്തിനെക്കാട്ട് വലിപ്പമുണ്ട് കഴിച്ചിട്ടുള്ള മുമ്പിലില്ല കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ കൊറമ ഇതേണ്ട അല്ല സോറി ചിക്കൻ അല്ല ഏട്ടാ മട്ടനാണ് മട്ടൺ ഞാൻ മട്ടൻ്റെ ആളാണ് മാറിപ്പോയതാ മട്ടൺ കൊറമ ഇതേണ്ട തക്കാളിയും ക്യാപ്സിക്കം എല്ലാം ഉണ്ട് കിട്ടുന്നില്ല വലിയ കഷ്ണം ക്യാപ്സിക്കമാണ് ഇന്ന് ഇവരെന്തിനുള്ളതാണ് ഉള്ളി ഇവർക്ക് ഉള്ളിയില്ലാത്ത പരിപാടി ഉണ്ടാവില്ല അപ്പോൾ ഇവരിങ്ങനെ 2 കൈനെ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് കഴിക്കുമായിരുന്നു നമ്മളെ പോലെ ഒരു കൈനെ കൊണ്ടല്ല അപ്പോൾ ഞാനങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രസമുണ്ട് കേട്ടോ സോഫ്റ്റ് റൊട്ടിയാണ് നല്ല കട്ടിയുണ്ട് കട്ടി മീൻസ് തടിയുണ്ട് പക്ഷേ സോഫ്റ്റാണ് കേട്ടോ മൈദ ഫുള്ള് മൈദയാന്ന് തോന്നും മട്ടൺ നോക്കട്ടെ ഇവിടെ ചിലപ്പോൾ മട്ടന് എന്താ പറയുക മറ്റേ ഇതില്ലേ ചെമ്മരിയാടാറ്റാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത് ലാമ്പ് അപ്പോൾ ഇത് ലാമ്പാണോ മട്ടണോ എന്നല്ല മട്ടൺ എന്നാണ് പറഞ്ഞത് കാരണം ചില ഹോട്ടലിൽ ലാമ്പ് തന്നെ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു ലാമ്പ് ഫ്രൈ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് വേണോ ഇവരിത് മട്ടൺ തന്നെ പറയുന്നത് നല്ല സോഫ്റ്റ് ആട്ടോ സുർമൈ എന്ന് പറഞ്ഞ ഫിഷ് ഫ്രൈ കേട്ടോ ഇവിടുത്തെ സുർമൈ എന്ന് പറഞ്ഞ ഫിഷ് ഫ്രൈ നമ്മൾ അയക്കൂറിലും പോയോ കാണാം എന്താ പറയാ നല്ല ഓയിലുണ്ട് അയക്കൂറ് പോലെ മീനും മുള്ളൊന്നുമില്ല അപ്പോൾ ഇത് ഇവരെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ മസാലയാണ് ഒന്നുമില്ല ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതുണ്ടോ അതിൽ ഇവരെ ഗ്രേവി വെച്ചിട്ടുണ്ട് ലെഗ് പീസാണ് കൊടുക്കുന്നത് ഇത് അപ്പുറം കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ചോദിച്ചിട്ട് എന്താണെന്ന് ചോദിച്ച് അങ്ങനെ മേടിച്ചേട്ടാ പേരൊന്നും അറിയില്ലേനും ഉണ്ടോ ഈ ഒരു പീസിന് വരുന്നത് വെച്ചാൽ 180 റുപ്യാണ് ഈ ഒരു പീസിന് വരുന്നത് കേട്ടോ ചൂടുണ്ട് ഉണ്ടോ അത് ഗ്രേവിയിൽ ചിക്കൻ പൊരിച്ചിട്ടിട്ടില്ല ഓവറായിട്ട് ഹൈപ്പ് കൊടുക്കാനൊന്നുമില്ല പക്ഷേ ഇവരൊരു മസാലയാണ് ഇത് ഫ്രൈ ചെയ്യാനെടുത്തത് മനസ്സിലായോ സാധാരണ പൊരിക്കലല്ല അതിലെന്തെല്ലാം കൂട്ടുപോലെയാക്കിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ വരുന്നില്ല ഇതുണ്ടോ ഇത് ചിക്കൻ്റെ തോലും പിന്നെ അതിൽ ഇവർ മസാലേൻ്റെ ഇതുമുണ്ട് അതാണ്
അപ്പോൾ നമുക്ക് എല്ലാം കൂടി ബില്ലായിട്ട് വന്നത് 775 രൂപയാണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ. ബാക്കിയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.